ജോമോൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കല്ലേ പഠിച്ചില്ല? അതേനെ. പിന്നെ അവരൊക്കെ പറഞ്ഞു ഇവരൊക്കെ. ഏലിക്കുട്ടി കിടന്നുകൊണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുവാണ്. കൊന്ത ചെല്ലുവാണോ? കൊന്ത ചെല്ലുവാണോ? കൊന്ത ചെല്ലുവാണോ എന്ന്? ആണോ? ആ രാവിലെ ഏറ്റവും കണ്ടല്ലോ ഞാൻ ചാണകമൊക്കെ വാരിയിട്ടപ്പം. മാങ്ങ പറിക്കാൻ പോവാ. മാങ്ങ പറിക്കാൻ പോവാ. നമ്മുടെ ആ മാവില്ലേ, നാട്ടുമാവ്, അങ്ങോട്ട് കുറേ കിടപ്പുണ്ട്. അപ്പുറത്തോട്ടെ. ഇപ്പുറത്തെ പിന്നെ പഴുത്ത് വീഴുവാണ്. നമുക്കിവിടെ തിന്നാലോ എന്ന് ഓർത്താ. അമ്മ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നീറല്ല വന്ന് കൂടി. ജോമോന്റെ മരത്തെ കയറിയേ മാങ്ങ പറിക്കാനുള്ള പുറപ്പാടിലാണേ. ഈ നീര് കടിക്കാതെ സൂക്ഷിക്കണേ. കുറച്ച് പറിച്ചാൽ മതി കേട്ടോ. ഇവിടെ ആവശ്യമില്ല അത്രയും. കാണാൻ പറ്റുന്നില്ല ആളെ. എൻ്റെ കൈയൊന്നും പൊങ്ങിയല്ല. അമ്മ ഇവിടെ നോക്കി നിൽപ്പുണ്ടേ. എലിക്കുട്ടി നോക്കുതേ, ജോമോൻ മാങ്ങ പറിക്കുന്നു. മുകളിലോട്ട് നോക്ക്, മുകളിലോട്ട്. അയ്യോ വേഗം പറിക്കുക, എൻ്റെ കൈ വേദന എടുക്കണം. ജോമോൻ മാങ്ങ എല്ലാം പറിച്ചെടുക്കുകയാണേ. ഉണ്ട്, കൊലയോടെയാണ് വരുന്നതേ. കൊലയോടെ വരുന്നു. കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഞാൻ ആ വീഡിയോ പിടിക്കുന്നത്. അയ്യോ താഴെ പോയില്ല കേട്ടോ. എല്ലാവരും കണ്ടോ, മാങ്ങ സപ്പോർട്ടേ തൂങ്ങിക്കിടക്കുന്നു. ഒരു കൊല്ലം മാങ്ങ കിട്ടിയേ. ഒത്തിരി വേണ്ട കേട്ടോ, കുറച്ച് പറിച്ചാൽ മതിയേ. ഇവിടെ അച്ചാർ തിന്നാൻ അധികം ആൾക്കാരില്ല. അയ്യോ ഉണ്ടോ, 4 പാടും ചെതറി. ഭയങ്കര ചൂട്, വെയിൽ ഭയങ്കര. മതിയേ. മാങ്ങയൊക്കെ പറിച്ചിട്ട് ജോമോൻ ഇറങ്ങിപ്പോരുവാണേ. അധികം ഒന്നും പറിക്കാൻ പറ്റിയല്ല. മാങ്ങ എല്ലാം അങ്ങ് മേളിലാണ് ഉണ്ടായിരിക്കണേ. ഇവിടെ താഴെ ഉണ്ടായ കൂട്ട് 2 കമ്പാണ് നമ്മളിവിടെ ഒടിച്ചെടുത്തത്. പഴുത്ത് കഴിയുമ്പം താഴെ വീഴുമ്പം പിറക്കി തിന്നാം. ഒരു കൊല നമുക്ക് നന്നായിട്ട് കിട്ടി. ഒരു കൊല നമ്മൾ നന്നായിട്ട് ഒടിച്ച് കിട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒടിച്ച്. ഇതിൽ മുഴുത്ത മാങ്ങായിരുന്നു. ഇത് കണിയുടെ അല്ല കുഞ്ഞിപ്പശീനോ ഇട്ടുകൊടുത്ത് നോക്കാം. പിന്നെ ഈ നിൽക്കുന്ന സാധനത്തൊക്കെ ഉണ്ടോ, ഇത് നമ്മുടെ കുഞ്ഞിപ്പശുവിൻ്റെ കൂട്ടുകാരിയാണ്. ഇതിൻ്റെ കൂടെ ഒരെണ്ണം അവിടെ ഉണ്ടായിരുന്നു, 2 എണ്ണം ഉണ്ടായിരുന്നു. അത് ഒരെണ്ണത്തെ ഏതാണ്ട് പൂച്ച ഏതാണ്ട് പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആ കാപ്പിയുടെ ഇടയിലായിട്ട് കുറച്ച് ചിറക് കിടപ്പുണ്ടായിരുന്നു. ഇവർ 2 പേര് രാവിലെ കുഞ്ഞിപ്പശുവിനെ ഇറക്കി കിട്ടുമ്പം ഇവിടെ വരുമായിരുന്നു. ഒന്ന് കുഞ്ഞിപ്പശുവിൻ്റെ അടുത്ത് വരുന്ന ഈച്ചേനൊക്കെ പിടിച്ചിരുമായിരുന്നു. കുഞ്ഞിപ്പശുവിന് എന്നതാണെങ്കിലും ആ ഇലയോട് വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നണം. ഒരുത്തം കിടന്ന് കാണിക്കുന്ന പണിയുണ്ടോ, പാത്രട്ട് അലക്കുന്നേ. ചെറുപ്പത്തിൽ വെക്കേഷൻ ടൈമിൽ ഒരു പ്രധാന പരിപാടിയായിരുന്നു ഈ നാട്ടുമാവിൻ്റെ മാങ്ങ പറിച്ച് ഉപ്പും കൂട്ടി തിന്നുന്ന പരിപാടി. അതിലൊക്കെ മാഞ്ചോട് കൂടി വീഴുമ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ കണ്ണിമാങ്ങ പരുവത്തിൽ പറിച്ച് കണ്ണിമാങ്ങ ഇട്ടതാണ്. ഈ തവണ എല്ലാം മേളിലാണ് ഉണ്ടായേക്കണം. അതുകൊണ്ട് ഒന്നും പറിക്കാൻ പറ്റിയില്ലേ. അപ്പോൾ ഈ വലിപ്പത്തിൽ പറിച്ചു. അമ്മ വീട്ടിൽ ഇതുപോലെ ഒരു മാവുണ്ടായിരുന്നു, വലിയൊരു മാവ്. എന്നിട്ട് ഞങ്ങളെല്ലാം അവിടെ നിരന്നിരുന്ന് അതിൽ നിന്ന് മാങ്ങാപ്പഴം വീഴുമ്പോൾ എടുക്കാനായിട്ട് പോകും. കൊലപ്പൊടി ഒഴിച്ചാൽ നല്ല രസമല്ലേ കാണാം അല്ലേ. കമ്പൊടിച്ചെടുക്കാൻ പാടാണ്. ഈ മഴ തുടങ്ങിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് കമ്പൊടിക്കാൻ പാടാണ്. തെമ്മാടി കിടന്ന് കളിക്കുന്ന പരിപാടിയുണ്ടോ, തെമ്മാടി ഉണ്ടോ. പാത്രത്തോടുള്ള കലിപ്പ് തീർക്കണം ഉണ്ടാവും. നമ്മൾ ഇത്രയും മാങ്ങയാണ് പറിച്ചിരിക്കുന്നത്. മാങ്ങ ഉണ്ട്, കുറച്ചും കൂടെ ഉണ്ട് പറിക്കാൻ. ഈ പഴുത്ത് കഴിയുമ്പോൾ കാണിക്കാവേ. നമ്മുടെ മാങ്ങ എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊല അതുപോലെ ഉണ്ടായിട്ടല്ലേ കൊല്ലയുണ്ടായി. അമ്മ കയറി പോകുന്ന നേരത്തെ. അമ്മയ്ക്ക് പറ്റത്തില്ല, ഭയങ്കര ചൂടാവിടെ. കേട്ടല്ല, 3-4 കൊല്ലം കൂടി ഉണ്ടായതാ. 3-4 കൊല്ലം കൂടി എത്ര മാങ്ങ ഉണ്ടാകും. ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ജോമോനെ. മാങ്ങ ഒന്നും ഉണ്ടാകുന്നില്ല, വെട്ടിക്കളയാന്ന് പറയുമായിരുന്നു. ഞാൻ പറയും വെട്ടിക്കളയണ്ട, അവിടെ നിക്കട്ടെ, ഈ വർഷം ഉണ്ടാവോ ഇല്ലയോ നോക്കാന്ന്. അപ്പൊ ഇങ്ങനെ ഈ വർഷം ഉണ്ടായില്ലേ. പിന്നെ അങ്ങോട്ട് മാറിയല്ല ചേട്ടായി കൊണ്ട് ഒരു ബെഡ് മാവ് വെച്ചതാ. പക്ഷെ അതിന്റെ ബെഡ് ഒടിഞ്ഞു പോയി. ബെഡ് ഒടിഞ്ഞു പോയിട്ട് ഇത് കയറുന്നു. അത് കാരണം ഇവിടെ ഒരു ശല്യമില്ല. വളക്കുറവായിരുന്നു.
പാറയല്ലേ ഇവിടെ മുഴുവൻ, അതിൻ്റെ അടി മുഴുവൻ പാറയല്ലേ? കുറവായിട്ടായിരുന്നു മാങ്ങ കായ്ക്കാൻ താമസിച്ചു. പാറയല്ലേ വെള്ളം, ഇത് മണ്ണും കുറവല്ലേ, അതുകൊണ്ടൊക്കെയാണ്. മണ്ണായം കുറവല്ലേ? കിടക്കാൻ പോകും. ആ നമ്മളെ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്ന തണ്ണിമത്തൻ ജ്യൂസാക്കി തരാം. എന്നാലും മാവേലൊക്കെ കയറി വിഷമിച്ച് തന്നതല്ല, അതുകൊണ്ട് ഒരു ജ്യൂസ് കൊടുത്തേക്കാം. തണ്ണിമത്തൻ 25 രൂപ കിലോ. അവിടെയൊക്കെ എന്നാ വില? ഇവിടെ കിലോയ്ക്ക് 25 രൂപ. ഈ തണ്ണിമത്തൻ, പച്ച തണ്ണിമത്തന്. മത്തൻ മഞ്ഞ ഇളംപച്ച അല്ല, ഇളംപച്ച വരെ 20 രൂപ വരെയുള്ളതിന്, പച്ച വരെയുള്ളതിന് 20 രൂപ. എനിക്കിത് ഉപ്പിലിട്ടുന്നതാണ് ഇഷ്ടം, അച്ചാറാക്കുന്നതിലും നല്ല. പിന്നെ പച്ചക്കിടുന്നതാണ് ഏറ്റവും ഇഷ്ടം, കറിയാക്കി വെക്കുന്നത്. നമുക്ക് അച്ചാറിടണോ ഉപ്പിലിടണോ? മാങ്ങ അമ്മയ്ക്ക് അച്ചാറൊന്നും ഇഷ്ടമില്ല. മാങ്ങ അച്ചാറിടണോ ഉപ്പിലിടണോ? ഉപ്പുമാങ്ങ ആക്കണോ? അത് എന്നാ വേണം ചെയ്യാം, ആ നശിപ്പിച്ച് കളയാതെ ഇരുന്നാൽ മതി. മതി. എങ്ങനെ ചെയ്യുന്ന നല്ലത്? അമ്മയ്ക്ക് എന്നാ ചെയ്താലും ഒന്നും ഇഷ്ടമില്ല. കറി വെക്കാനുള്ളതോ ചമ്മന്തി അരയ്ക്കുവോ എന്നാ വേണം ചെയ്യും. ഇപ്പം മത്തി ഉണ്ടെങ്കിൽ മത്തിയുടെ കൂടെ അല്ലേ? അത് മീനിന്റെ കൂടെ കറി വെക്കാൻ നല്ലതാണിത്. അല്ലാതെ എന്താ പറയാ, അത് അലുത്ത് പോയല്ല, അതേപടി തന്നെ കിടക്കും. നല്ല പുളിയുണ്ട്. തീർത്താൽ മതി നോർത്താ പോരാ. പഴക്കത്തിന് ഏറ്റവും നല്ലതാ. ആ പഴക്കത്തിന് അത് ഇട്ട് വെക്കണം. അമ്മയെന്ന് പറഞ്ഞു കൊടുക്കും. അമ്മയ്ക്കിടാവോ? വലിയ വലിയ പൈസ കൊടുക്കുമ്പോൾ മേടിച്ച് തിന്നുന്ന സാധനത്തെക്കാളും ഏറ്റവും ഗുണമുള്ളതും രുചിയുള്ളതും അത്. അതേന്നേ. അമ്മയ്ക്കിടാവോ? അച്ചാറിടാവോ? അമ്മയ്ക്ക് അച്ചാറിടാവോ? അത് കൂട്ടാം. അത് പേരയ്ക്ക ഒരു കഷ്ണം എടുത്തു. എടുത്തില്ലേ? എന്നാ ഇപ്പം എനിക്ക് വേണ്ട. വേണ്ടേ? വിവാനും അമ്മയ്ക്കും കൂടെ വെച്ചിരുന്ന സാധാരണ അത്തരം മാങ്ങ കഴിക്കാൻ എന്നാ പാടാന്നറിയാം. അതേന്നെ, കായ ഉണ്ടാകാൻ പാടാ. എത്ര വർഷം കഴിഞ്ഞാലും കായ്ക്ക് ഇലക്കല അങ്ങനെ എന്തോരം വളമിട്ട് കൊടുത്താൽ. നാട്ടുമാവ് എങ്ങനെ? ഇപ്പൊ അത് ഇപ്പൊ 3-4 കൊല്ലമില്ലായി, എന്നാലും കായ്ച്ചില്ല. നാട്ടുമാവേ കായ്ക്കാൻ പാടാ. അതിലൊക്കെ കായ്ക്കാൻ വലിയ പാടാ. പക്ഷെ മാങ്ങ ഉണ്ടായ ഏറ്റവും നല്ല സാധനമാണ്. നല്ല മാങ്ങ അത് തന്നെ. അതിന്റെ മണം കേട്ടാ എത്ര നാൾ കിടന്നാൽ പഴക്കത്തിന് കിടന്നാലും ഒരു കുഴപ്പമില്ല. അച്ചാറിട്ട് വെച്ചല്ലേ? അതിന്റെ മണം വേണമല്ലോ. പഴുത്താലും അതിന്റെ മണവും മധുരവും. പഴുത്തു കഴിഞ്ഞാലുള്ള മണവും മധുരവും. അതെ, പഴക്കത്തിന് കിടന്നാലും അത് പെട്ടെന്ന് ഒരിക്കലും ചീത്തയാകില്ല. കിടക്കം തോറും പഴകുന്ന തോറും നല്ല രുചിയാ. എന്നൊക്കെ അച്ചാറുണ്ടാക്കാൻ ചേർക്കണ്ടേ? അച്ചാറുണ്ടാക്കാനായിട്ട് എന്നൊക്കെ ചേർക്കണ്ടേ? പിന്നെ അച്ചാറുണ്ടാക്കാൻ ഒന്നാമത്തെ സാധനം എന്നതൊക്കെ അതിനകത്ത് ചേർക്കണം അച്ചാറുണ്ടാക്കാനായിട്ട്? അത് ഇച്ചിരി അതിൻ്റെ മുഴുവനും തൊലി എത്തിക്കളയരുത്. അല്ല, തൊലി കളയരുതെന്ന് അമ്മ പറഞ്ഞു. തൊലി ഒത്തിരി എത്തിക്കളഞ്ഞാൽ പോയി. തൊലിയോടുകൂടി തന്നെ ഇതൊരു അച്ചാർ ഇട്ടാൽ മതി, നല്ലതാ. പെട്ടെന്ന് വെന്തും എല്ലാം പോകും. തൊലി എത്തണ്ട, തൊലി എത്തായിടുന്നല്ലേ നല്ലത്. അതിന്റെ ഗുണം മുഴുവൻ തൊലിയിലായിരിക്കുന്നത്. രുചിയും പോകും. രുചിയും പോവും. തൊലിയിലാണ്ട ഗുണം. ഉപ്പിലിടുന്നതാണ് ഏറ്റവും എനിക്ക് നല്ലത്. ഉപ്പിലിടുന്നേ ഉപ്പിലേ മാങ്ങായിട്ട് അതിന് ഉപ്പിലിടിയല്ലേ നമ്മൾ പറണിക്കകത്തിട്ട് വെക്കുന്നത്. അതാണ് ഏറ്റവും ടേസ്റ്റ്. ഒരെണ്ണം മതി ഒരു കഞ്ഞി കുടിക്കാനായിട്ട്. ഒരു ജീരകം കഞ്ഞി കുടിക്കും ഒരെണ്ണം ഉണ്ടെങ്കിൽ. പക്ഷേ കണ്ണിമാങ്ങ ആയിരിക്കണം അല്ലേ? കണ്ണിമാങ്ങ ആയിരിക്കണം, അണ്ടി ഉറക്കാത്തായിരിക്കണം. ഏതാ? അത് ജ്യൂസ് അടിക്കാനായിട്ട്. തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ജോമോനുള്ളതാണ്. അമ്മയ്ക്ക് മധുരം കൂടുതലാണ്, അതുകൊണ്ട് പഞ്ചസാര ഇട്ടാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ജ്യൂസാണ് തണ്ണിമത്തൻ. അരിയുക, മുറിക്കുക, കഷ്ണിക്കുക, മിക്സിക്കുക, ജ്യൂസറിനകത്ത് ഇടുക, പഞ്ചസാര ഇടുക, അടിക്കുക, പരിപാടി കഴിക്കും. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? മധുരം ഉണ്ടോ? സവച്ചട്ടായി കുറച്ച് കൊടുത്തേ. ചൊന പോകണ്ട. അത് ഉള്ളപ്പോഴാണ് അച്ചാറിന് ടേസ്റ്റ് കൂടുതലുള്ളത്. അറിയാവോ? എന്നോട് ഒരാൾ അങ്ങനെ പറഞ്ഞു തന്നാൽ കണ്ണിമാങ്ങായെ അച്ചാറിടുമ്പോഴത്തേക്ക് കഴുകി ക്ലീൻ ചെയ്തിട്ടേ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ആ ഞെടുപ്പ് ഒടിക്കുന്നത് നമ്മൾ ഭരണിയിലോട്ട് ഇടുമ്പം വേണം ആ ഞെടുപ്പ് ഒടിച്ചങ്ങോട്ട് ഇടാം. അപ്പം അതിനുള്ള പശ അതിലോട്ട് വീഴണം. ചൊന വ്യക്തിയ ടേസ്റ്റാണ്. അതിൻ്റെ മണവും ഇതുള്ള മാവേലും പോയി എറിഞ്ഞ് പറിച്ച് തിന്നൊരു കാലം ഓർക്കണം. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഇതുപോലെ വെക്കേഷൻ ആയി കഴിയുമ്പോഴത്തേനും എല്ലാവരും കൂടെ പോവാണ്. അതിലൊക്കെ മാവിൻ്റെ ചൂടുകൂടിയല്ല. അതിനകത്ത് ഇത് കുരു കുറച്ചോ നോക്കണ്ടായിരുന്നു. ഒരെണ്ണം പുറന്ന് നോക്ക്, കുറച്ചിട്ടുണ്ട്. കുറച്ച് മതി ഇട്ടാൽ ആരാ? ഞാനും വിവാനും അച്ചാർ തിന്നുന്നത്.
ഇത് നോമ്പായതുകൊണ്ടാണ് ഞാൻ അച്ചാർ തിന്നുന്നത്. ഇവാൻ ഈ തണ്ണിമത്തൻ ജ്യൂസ് ഒന്നും കുടിക്കില്ല. ഒന്നും കഴിക്കല, പായസം ഒന്നും കുടിക്കുക, പായസം കുടിക്കില്ല. ആണ്ടി ഉറച്ചിട്ടില്ല. അപ്പൊ നല്ല ഭാഗമായി. അത് കുറച്ച് ഉപ്പിലിട്ടോ. പാകമാ. കുറച്ച് ഉപ്പിലിട്ട്. ഉപ്പിലിടാൻ പറ്റത്തില്ല മോനെ. വലിയ ഭരണിയാണ് ഇരിക്കുന്നത്. ആ ഭരണിക്കകത്തൊന്നും ഉപ്പിലിട്ട അതിനകത്തൊന്നും എത്തിയാലും ഇതിന്റെ 1% എത്തുള്ളൂ. അത് കുറച്ചിട്ടാ നീ മുഴുവൻ അത് വേറെ വല്ല പാത്രത്തിൽ ഇവർക്ക് കുറച്ച് കൊടുക്കാം. അപ്പുറത്ത് കരോട്ട വീട്ടുകാർക്കും കുറച്ച് കൊടുക്കാം. സവച്ചട്ടായിക്കും കരോട്ട മരുത്താണോ? ആയില്ല, വരുന്നേ ഉള്ളൂ. വീട്ടിലെ ആ മാങ്ങയുണ്ട്. വീട്ടിൽ മോട്ടല്ലേ. മീൻ വെക്കാൻ നല്ലതായിരുന്നു. മത്തി മേടിക്കണം. മത്തി മേടിച്ചിട്ട് ഇപ്പോഴത്തെ മത്തിക്ക് രുചിയില്ലല്ലോ. 5 ലക്ഷം മറ്റേ ആ കറി മീൻ വെച്ചാൽ പക്ഷെ ഒരു ദിവസം കൊണ്ട് തീർക്കണം. പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ 2 പേരേ ഉള്ളല്ലോ കഴിക്കാനായിട്ട്, വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ബാക്കിയുണ്ടല്ലോ, അത് കുറച്ച് നോയമ്പ് വീടി കഴിഞ്ഞാണെങ്കിൽ പറിക്കാം. അവിടെ ഉണ്ടോ? സാവുച്ചേട്ട എവിടെ ഉണ്ടെന്നോ? ആൽബിൻ എവിടെ ഉണ്ടല്ലോ. ഒരു പാത്രത്തിനകത്ത് അമ്മ ജ്യൂസൊക്കെ കുടിച്ച് അതൊക്കെ ക്ലാസ് കഴുകാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ മാങ്ങ കൊണ്ടു വച്ചിട്ടുണ്ടേ. അത് നമ്മുടെ നാട്ടുമാവല്ലേ. അത് കുറേ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ. അത് കണ്ണിയ കുറച്ച് ചിരട്ടാക്കാന്ന് കുറച്ച് ബാക്കി മൊത്തം പറിക്കാൻ പറ്റും. അവിടെ എവിടെയായിട്ട് ഉണ്ടായിരിക്കുന്നുണ്ട്. മൊത്തം പറിക്കാൻ പാടാം. അതത്ര വലുതാവുള്ളൂ. നാട്ടുമാവല്ലേ. അതാ മറ്റേ ചേട്ടായി കൊണ്ട് കുഴിച്ച് വെച്ചിട്ട് അതിൻ്റെ ബെഡ് ഇത് ചെയ്ത് ഒടിഞ്ഞു പോയതാ. അതെന്ന് പിന്നെ ആ നാട്ടുമാൻ്റെ ചോടായിരുന്നു. അതെന്ന് അത് കയറി വന്നല്ലേ. അതിപ്പോൾ ഒത്തിരി കൂടി എത്ര മാങ്ങ ഉണ്ടായത്. മറ്റേ 2-3 ഉണ്ടാവും, 5-6. പക്ഷേ ഒത്തിരി പൊഴിഞ്ഞു പോയി. ഇത് ഒത്തിരി ഉണ്ടായിരുന്ന ചൂട് കയറാൻ മുഴുവൻ പൊഴിഞ്ഞ് താഴോട്ട് വീഴുവോ. പഴുക്കില്ല. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയില്ലേ. പണ്ട് അമ്മ വീട്ടിൽ നിന്ന് നാട്ടുമാവ് ഓർക്കുന്നുണ്ടോ? ഇവിടെ വലിയ നാട്ടുമാവ്. കപ്പളങ്ങയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടുത്തെ കപ്പളമൊക്കെ പോയതാ. ഇവനോട് ചേന നടാനുള്ള പരിപാടിയില്ല. ചേനയല്ല എലി കൊണ്ടുപോകണേ. ചേന കെമിക്കലിനകത്ത് ചാണകവെള്ളമാണ്. ചാണകവെള്ളം കൂടെ മരുന്നല്ലേ, പൂപ്പൽ പിടിക്കാതിരിക്കാനായിട്ട് മരുന്നിനകത്ത് മുക്കി വെക്കും. മുക്കി വെച്ചിട്ടാണ് നടുന്നത്. അത് 2 നടാനുള്ള കിട്ടും. 2 ചേനയ്ക്കുള്ളതുണ്ട്. ചേനക്കൃഷി കാര്യം പറഞ്ഞാൽ നന്നായി കിട്ടുവാണ് ലാഭമായിരുന്നു. പക്ഷേ ഇത് മുഴുവൻ എലി കൊണ്ടുപോവാണ്. വിലയുണ്ടായിരുന്നു തോന്നുന്നു ചേനയ്ക്ക്. ഇതുണ്ട് എലി കടിച്ച് കാർന്ന് വെച്ചിരിക്കുന്നതാണ്. ഇത് മുഴുവൻ ഇതുണ്ട്. അതിന് മൂടല്ല, എലി കാർന്ന് വെച്ചിരിക്കുന്നുണ്ട്. ഇതൊരു 4 എണ്ണമായിട്ട് നടാൻ പറ്റും. 4 എണ്ണമായിട്ട് ഒരു മുളയ്ക്ക് 1 എണ്ണമായിട്ട് മുറിച്ചെടുക്കും. പക്ഷെ ഭയങ്കര എലിശല്യം, തോരപ്പൻ എലിയുടെ ശല്യമാണ്. അതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല ഇവിടെ. കഴിഞ്ഞ തവണ ഒത്തിരി ചേന പോയല്ലേ. 2 കൊല്ലം കൂടിയാ. അപ്പോൾ കന്നിരുന്ന വിത്താണിത്. അവിടെ ഇരുന്നല്ലേ അവിടെ പഠിച്ചല്ലേ. കരിക്ക് കയറുമോ നേരം? കരിക്ക് കയറുമോന്ന് എലി കടിച്ചതൊക്കെ ചിലപ്പോൾ കരിക്ക് കയറുമായിരിക്കും. 2 വർഷമായിട്ട് ഞാനില്ലായിരുന്നു, നടുന്നില്ലായിരുന്നു. കാരണം മുഴുവൻ എലി കൊണ്ടുപോകായിരുന്നു. ചാണകവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നടുമ്പോൾ അത് മരുന്ന് ഒഴിച്ചിട്ടാണ്, കേട് ഉണ്ടായിരിക്കാനായിട്ടാണ്. കപ്പളങ്ങ ചനച്ചിട്ടുണ്ടല്ലോ. ഇത്തവണ അവിടെ കപ്പളെല്ലാം വെച്ചെല്ലാം പോയി, ഒന്നും പിടിച്ചില്ല. ആണോ? വേറെ നമ്മളവിടെ കുഴിച്ച് വെച്ചെല്ലാം പോയി. അവിടെ കുഴിച്ച് വെച്ചാലും പോയി. നമ്മൾ നേരത്തെ ആയിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവരുടെ പിന്നെ ജോലിയുടെ സമയമൊക്കെ കഴിഞ്ഞ് പുള്ളി കിട്ടുന്ന സമയത്ത് കൃഷിപ്പരിപാടി ഉണ്ട് കേട്ടോ. പാരമ്പര്യമായ കൃഷിപ്പരിപാടികളൊക്കെ ഇപ്പോഴും ചെയ്യുന്ന ഇവൻ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും അതിലോട്ടില്ല. കാരണം മുഴുവൻ റബ്ബറും മരങ്ങളൊക്കെ ആയിരുന്നല്ലോ. അതെ, പിന്നെ ഇതിനകത്തും റബ്ബറായിരുന്നു. എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വീട് വെച്ചപ്പോഴത്തേനും അതിൻ്റെ ബാക്കി ഭാഗത്താണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ മണ്ണായമില്ല ഇവിടെ, പാറ കൂടുതലാണ്. അതുകൊണ്ട് വൃക്ഷങ്ങളൊന്നും നിൽക്കുന്നില്ല. വേനൽ വരുമ്പോൾ ഉണങ്ങിപ്പോവാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വന്നിട്ട് വെയിലത്ത് വെക്കും. അത് 2 ചേനയ്ക്കുണ്ട്. 2 കുഴി നടാനുള്ളതുണ്ട്. 2 മുളയാണ്. അപ്പോൾ ജോമനോട് മാങ്ങ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മേനെ വിളിക്കുന്നതാ. എന്താന്ന് ചോദിക്കും. ചുമ്മാ വന്ന ഞാനിവിടെ അവിടെ മാങ്ങ കഴുകി വെച്ചിട്ടേ പിന്നെ അളക്കട്ടില്ല. പണിയൊക്കെ ചെയ്ത് അടുത്ത് നേരം കിടക്കട്ടെ. അത് കഴിഞ്ഞാലേ ഇനി പണി ചെയ്യാൻ പറ്റുള്ളൂ. സാവുച്ചേട്ടായി അവിടെ ചേന നടാനായിട്ടേ. സാവുച്ചേട്ടായി അവിടെ ചേന ചേട്ടായില്ല, സാബുമോൻ. സാബു എവിടെ? സാബു അവിടെ ചേന നടാനായിട്ട്
മറ്റേ മരുന്നിനകത്ത് മുക്കോ ചേന വിത്ത്. ഇനി ചേന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എലി കൊണ്ടുപോയിട്ട് പിന്നെ നടുന്നില്ലായിരുന്നല്ലോ. 2 വർഷമായി നട്ടിട്ട്. ഇനിയിപ്പോ നടുവാ. ചേനയില്ലേ ചേന? കേറിയിരിക്കാനോ? അമ്മ ചേനയില്ലേ ചേന? എവിടെയാണ് അമ്മേ ചേനയുടെ കാര്യാ പറയണേ. ചേനയോ? ചേനയല്ല, ചേന. ചേന സാബുച്ചേട്ടാ ഇവിടെ ചേന നടുന്നുണ്ട്. സാബുമോൻ ചേന. ആ അതാണോ ഇത്ര ഞെക്കിപ്പറിച്ച് പറയണത്? ഞെക്കിപ്പറിച്ച് പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ശരിക്ക് പറഞ്ഞിട്ടേ അമ്മയ്ക്ക് മനസ്സിലായില്ല, അവിടെ ഞെക്കി പറിച്ചത്. പറയേണ്ട പോലെ അത് കവിഞ്ഞും പറഞ്ഞ്. ഓരോന്നിന്റെ കാര്യം ഭാഷ അറിയാവുന്ന. ഓരോന്നിന്റെ ഭാഷ അറിയാവുന്ന. കുറിച്ച് വെക്കണതും വർഷങ്ങളോളം ആവുന്നു. അമ്മ പോണുണ്ടോ ചേന നടാൻ? ചേന നടാൻ പോണുണ്ടോ? എവിടെ? മോന്റെ അടുത്ത് ആണല്ലേ? ആളിന്റെ ആവശ്യമില്ല. അമ്മ പോയി ഒന്നും കൂടെ സഹായിക്കുവാണെങ്കിൽ ചിലപ്പം ചേന നന്നായി വന്നെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ ഉണ്ടാക്കോ. എലി കൊണ്ടുപോവാന്ന്. എലി കൃഷി ചെയ്യുക. കൃഷി ചെയ്യുക. അത് കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോ. എലി കൊണ്ടുപോവാ. പരിപാടിക്കാരെല്ലാം ചേന കൃഷി ചെയ്തിട്ടുണ്ട്. എലി കൊണ്ടുപോകുന്നു. തൊരപ്പനലി കൊണ്ടുപോവാ. തൊരപ്പനലി അംഗൻവാടിയിൽ പോയി പഠിപ്പിക്കാൻ വിടണം ജോമോനെ. ആയി തൊട്ട് പഠിപ്പിക്കണം. അംഗൻവാടിയിലേ ജോമോനെ പഠിപ്പിക്കാൻ വിടണം എന്നാ എനിക്ക് തോന്നുന്നേ. അക്ഷരങ്ങളൊന്നും അറിയത്തില്ല, നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഒന്നോർത്താൽ ഈ പതുക്കെ പറയുന്നു തിരിയാതെ ഇരിക്കുന്നതാ നല്ലത്. ഒച്ച പറഞ്ഞാലും സ്ഫുടമായി പറഞ്ഞാലും ഉണ്ടല്ലോ എല്ലാവരും തെറി വിളിക്കും. പിള്ളേർക്ക് പഠിക്കണമെങ്കിൽ വർഷങ്ങളോളം കിടക്കുക. അതൊക്കെ പഠിച്ചെല്ലാം പാസ്സാകണം. അത് ഓരോന്നും മനസ്സിലാക്കിയെടുക്കണം. എങ്കിൽ അവരുടെ ജീവിതത്തിന് അവർക്ക് സുഖം കിട്ടുമോ, ശമ്പളവും കിട്ടുമോ? ജോലി കിട്ടണ്ടേ അതല്ലേ ശമ്പളം കിട്ടുള്ളൂ. ജോലി കിട്ടിയാലേ ശമ്പളം കിട്ടുള്ളൂ. പഠിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ, ജോലി കിട്ടണ്ടേ? പഠിക്കണ്ടേന്നോ? പഠിച്ചത് കൊണ്ട് മാത്രം ആയില്ലല്ലോ, ജോലി കിട്ടിയാലല്ലേ ശമ്പളം കിട്ടുള്ളൂ. അത് പഠിക്കണ്ട പോലെ പഠിക്കണ സമയത്ത് പഠിക്കണായിരുന്നല്ലേ? അത് പഠിച്ചോണ്ടിരിക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ജോലിയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. ഇതെല്ലാം അത്യാവശ്യ കാര്യങ്ങളാണ്. അത് പ്രായത്തിന്റെ ഒന്നുമല്ല നോട്ടം. എപ്പം വേണേലും പഠിക്കാം അല്ലേ? എപ്പോഴായാലും പഠിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു തടസ്സവും. അതൊക്കെ കറക്റ്റാമേ. ഏത് പ്രായത്തിൽ പഠിക്കാൻ തുടങ്ങും? വീട്ടില് ജോമി അവൻ എന്നാ ഉണ്ടായിരുന്നു പഠിച്ചപ്പോ? അവൻ പിന്നെ നന്നായിട്ട് പഠിക്കുന്ന, ഒരു തടസ്സവും ഇല്ല, ഒരു വഴക്കവും ഇല്ല ആരോടും. ശല്യപ്പെടുത്തണ്ട കൊക്കോ. അമ്മ ഉറങ്ങട്ടെ അല്ലേ അമ്മേ? അമ്മ ഉറങ്ങട്ടെ അല്ലേ? ഉറക്കമൊന്നും വന്നില്ല. പിന്നെ എന്നാ ചുമ വീഡിയോ പിടിക്കും കേട്ടോ. ഉറക്കമൊന്നും വല്ലുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ പിടിക്കും. ഉറക്കം വരുന്നുണ്ടെന്ന് പറ, അപ്പം പൊക്കോളും. ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞാലേ അമ്മയുടെ അടുത്ത് ഇതും വെച്ചോണ്ട് ഇങ്ങനെ നിക്കും. അതെന്നാത്തിനാ? ഇതേ അമ്മേനെ അല്ല ലോകം മുഴുവൻ കാണിക്കാൻ. അതുകൊണ്ട് പോക്കോട്ടെ, എനിക്ക് വേണ്ട. പക്ഷെ വായിക്കോട്ടേക്ക് വരുന്നുണ്ടല്ലോ. വായിക്കോട്ടേക്ക് വരും, അതിനിടയ്ക്ക് വർത്താനം പറയും. ചിലതിന് കണ്ടി ഉറച്ചിട്ടുണ്ട്. ചിലത് മൂത്തായി. അത് അതാണ്ട് ആകാതിരുന്നുള്ളൂ. ആദ്യം ഉണ്ടായ പോലെ മൂത്ത് കാണും. അങ്ങനെ ആയിരിക്കും. അതായിരിക്കും വണ്ടി ഉറച്ചിരിക്കുന്നത്. മറ്റേപ്പാടായിരുന്നു എളുപ്പമായിരുന്നേ. സീലുണ്ടായിരുന്നു. ചുമ്മാ രണ്ടായിട്ടങ്ങ് പിളർന്നേച്ചേ അരിഞ്ഞാ മതിയായിരുന്നു. ഇത് ഇച്ചിരി പണിയാണ്, അത് ചെറുതുമല്ലേ. കയ്യാലെ മുറിഞ്ഞിരിക്കുന്നോണ്ട് അതിലൊക്കെ. അച്ചാറുണ്ടാക്കിയാലോ? അച്ചാറ് ഇച്ചിരി മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? ഒന്ന് മാങ്ങ അച്ചാറേ ഉണ്ടാക്കിയാലോ? ഒന്ന് നമുക്ക് ഉണ്ടാക്കാവോ? മാങ്ങ അച്ചാർ ഉണ്ടാക്കാവോ? ഇപ്പൊ എന്നെ കൊണ്ടൊന്നും പറ്റിയ പിന്നെ അത് നാളെ പകലുണ്ടാക്കിയാൽ മതി. നാളെ പകലോ? ഇപ്പൊ പകലല്ലേ? നാളെ ഈ രാത്രിക്ക് അരാണ്ടുണ്ടാക്കും. രാത്രി ആയില്ലമ്മേ. ആയില്ലെന്ന് ഓർക്കുമല്ലോ. മാങ്ങയില അരിഞ്ഞു വെച്ചിരിക്കുക. ആയില്ലെങ്കിൽ വറക്കാൻ അവിടെ പോയി ഇരുന്നു. ആയില്ലെങ്കിൽ ആയിട്ട് കിടന്നാൽ മതി. പോയി കിടന്നു ഇരുന്നാ മതിയാ? മാങ്ങ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. അമ്മ അച്ചാറിടാൻ വരുമെന്ന് പറഞ്ഞു. അമ്മ അച്ചാറിടാൻ വരുമെന്ന് പറഞ്ഞു മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുക.
മാങ്ങയോ? ആ മാങ്ങയൊക്കെ ഒരു ചമ്മന്തി അരക്കും. ചമ്മന്തി അരയ്ക്കാനല്ലേ മൊത്തം ചമ്മന്തി അരയ്ക്കാൻ പറ്റും. അച്ചാറിടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലേ. വേറെ ഉണ്ടോ? ഉണ്ടോ കാണും. അന്നേരം അതുകൊണ്ട് വരുമ്പോൾ അതിനുള്ള കറി ഉണ്ടാക്കാം. അല്ല നമ്മൾ പറിച്ചില്ലേ, രാവിലെ പറിച്ച വാങ്ങാം. രാവിലെ പറിച്ച വാങ്ങാന്നേ. പച്ച മാങ്ങയോ? ആ രാവിലെ നമ്മൾ പറിച്ചില്ലേ വാങ്ങാം. മാവേന്ന് പറിക്കണോ? ആ നമ്മളിന്ന് മാവേന്ന് പറിച്ചില്ലേ. ആ നാവേന്ന് പറിച്ച വാങ്ങാന്ന്. അന്നേരം എടുത്താൽ പോരെ. അച്ചാറുണ്ടാക്കാൻ എന്നൊക്കെ ചേർക്കണ്ടേ? കടുമാങ്ങ ഇടുവോ അച്ചാറിടുവോ? ആ കടുമാങ്ങ ഇടാനായിട്ട് എന്നൊക്കെ ചേർക്കണ്ട അതിനകത്ത്? കറി കൂട്ടുവോ? ബാക്കിയുള്ളത് വെച്ചേക്കണം ഇവിടെ. പിന്നെ അവരുടെ ആവശ്യത്തിന് അവർക്ക് വേണ്ടി. നമുക്ക് ഈ മാങ്ങ അച്ചാറിടാൻ എന്നൊക്കെ ചേർക്കണ്ടേ? മാങ്ങ അച്ചാറിനകത്തേ എന്നതൊക്കെയാ ചേർക്കണ്ടേ? ചേർക്കണ്ടോ? ആ അതൊക്കെ അവർക്കറിയാം. അമ്മയ്ക്കറിയത്തില്ലേ? അമ്മയ്ക്കറിയത്തില്ലേ? അവർക്കറിയാം, അവരേ ചെയ്തോ. അല്ല അമ്മയ്ക്കറിയാവുന്ന പറഞ്ഞേ. ആരാ പറഞ്ഞു? അവർക്കറിയത്തില്ലെന്നാ പറഞ്ഞു. അമ്മയോടൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അതിനെല്ലാം മാറ്റാം. കൂട്ട് ജീരകവും വെളുത്തുള്ളിയും പിന്നെ ഉലുവായും കടുവും ഒക്കെ പൊട്ടിച്ചാൽ പോയി. കടുവ് പൊട്ടിച്ചാൽ മതിയോ? പിന്നെ എണ്ണയ്ക്കാ. ആ അങ്ങനെയാണോ ഇടുന്നത്? അച്ചാറ് പൊടി ഇടണോ? അച്ചാറ് പൊടി ഇടണോ? അച്ചാർ പൊടി ഇടണം. ആണോ? അച്ചാർ പൊടി ഇടണമെന്ന് പിന്നെ ഒരു കൂട്ടുന്നതിന് മുമ്പ് ചേർക്കണം. അതൊന്നും ഇടണ്ട. എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. എണ്ണ ചൂടായി കടുക് ഇടുക കേട്ടോ. കടുകൊക്കെ പൊട്ടി തുടങ്ങി. നേരത്തെ ഞാൻ ജോമോനെ വിളിച്ചാ. ജോമോൻ എന്നപ്പോൾ വേറെ മണിക്ക് അച്ചാർ പൊടിയാ. അച്ചാറ് പൊടി. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അച്ചാർ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാനിത് എൻ്റെ രീതിക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും അച്ചാറ്. ഇത് എൻ്റെ രീതിയാണ് കേട്ടോ. എന്തോ അച്ചാർ പൊടി ഇടാൻ ഞാൻ എൻ്റെ ഒരു കണക്കിന് അങ്ങ് ഇടുക. ഇന്ന് ഇത്രയൊന്നൊന്നുമില്ല, ഏകദേശം ഒരു കണക്ക്. ഈ അച്ചാർ പൊടിയിൽ ഉപ്പുള്ളത് കൊണ്ടേ നോക്കിയിട്ട് ഉപ്പ് പൊടി പിന്നെ ഇട്ടാൽ മതി. എനിക്കൊരു പ്രാവശ്യം അബദ്ധം പറ്റിയതാ. ഞാൻ ഉപ്പ് പൊടിയൊക്കെ ഇട്ടു, പിന്നെ ഈ അച്ചാർ പൊടി ഇട്ടു. അപ്പം ഭയങ്കര ഉപ്പായിപ്പോയി. ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇച്ചിരി ഉലുവാപ്പൊടി ഉണ്ട്, അതും കൂടെ ഇടണേ. അച്ചാർ ഉലുവാപ്പൊടി ഇട്ടു. ഉലുവ പൊടിച്ച് വെച്ചോ? ഇല്ല, അത് പൊടി മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഉലുവ പൊടി കിട്ടുമോ? പിന്നെ മേടിച്ചോണ്ട് വരുന്ന ജോമോൻ അറിയത്തില്ലേ? ഞാൻ ഓർക്കണില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യണം. ഈസി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ആർക്കും വേണേലും ചെയ്യാം. ഈസി മാങ്ങ അച്ചാർ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ചേർത്ത് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി, ഇഞ്ചിയോ കരിയാപ്പിലയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പച്ചമുളകോ ഒന്നും. വെറുതെ മാങ്ങ അരിഞ്ഞ് കടുക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അച്ചാർ പൊടി ഇട്ട് ഇച്ചിരി കായപ്പൊടി ഇട്ട് ഉണ്ടാക്കിയതാട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇച്ചിരി ഉലുവായും പിന്നെ കടുകും കൂടെ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. അത് അവസാനം ഇടാം. ഒരു ഇച്ചിരി നേരം ഒന്ന് ഇരിക്കട്ടെ. വേഗണം. വേവല്ല, ഒരു മിനിറ്റ്. നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവായും കടുകും വറുത്ത് പൊടിച്ചതാട്ടോ. ഇത് മാങ്ങ വേവിക്കുന്നില്ലല്ലോ? ഇല്ല ഇല്ല, വേവിക്കുന്നില്ല. ഈ നാടൻ മാങ്ങ അച്ചാർ ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട്. മറ്റു മാങ്ങകളെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി രുചി കൂടുതലാണെന്ന് തോന്നുന്നു. ചെനക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? മാങ്ങയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. ഒരിച്ചിരി ശർക്കര പൊടിയും കൂടെ ഇട്ടേക്കാം. അതായത് നമ്മൾ പായസത്തിനകത്ത് ഒരു നുള്ളു ഉപ്പിടിയല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഞാൻ ഇച്ചിരി ശർക്കര പൊടി ഇടുക. മധുരമുള്ള അച്ചാറായി മാറുമല്ലോ? ഇല്ല, ഞാൻ 1/2 സ്പൂണല്ലേ ഇട്ടുള്ളൂ.
മധുരമുള്ള അച്ചാറൊന്നും ആയില്ല. ആ ഉപ്പും പുളിയും എല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എല്ലാവരും ഒക്കെ ചെയ്യുന്നതാണ്. ചെയ്യാത്തവരും കാണുമായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ളവരല്ലേ, ചെറുപ്രായക്കാരൊന്നുമില്ല. അവർക്കൊക്കെ അറിയാം ഇതൊക്കെ എന്തിനാ ചേർക്കുന്നതെന്നൊക്കെ. ഒന്ന് തരട്ടെ, ഇച്ചിരി ടേസ്റ്റ് നോക്കാവോ? നോക്കട്ടെ. ചീത്തയാണെങ്കിലും നല്ലതാണെന്നേ പറയാവുള്ളേ. ഞാൻ നോക്കട്ടെ. വിവാനെ വാ, വിവാൻ അച്ചാറിന്റെ ആള് കേട്ടോ. കൂടുതലേ അതെല്ലാം ശരിയായിക്കോളും. ഉപ്പ് കൂടുതലിട്ടിട്ടുണ്ട്. ചെറുതീറ്റക്കാരെ വന്ന് നോക്കാം. എനിക്ക് ഞാൻ അച്ചാർ തിനിയില്ലാത്തോണ്ട് എനിക്ക് അത്ര ഐഡിയ ഇല്ല. കൂടൊന്നുമില്ല. എന്നിട്ട് പറയണേ, നല്ലതാണേ പറയാവുള്ളേ. നല്ല ഇങ്ങോട്ട് നോക്കി പറയൂ. നല്ല 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 ഇച്ചിരി കഴിയുമ്പോ നാളെ അവള് 2 ദിവസം കഴിയുമ്പോഴേ ഇത് ശരിയാവുള്ളൂ. ഉടനെ ഒന്നും നല്ല അതൊന്നും പറയാൻ പറ്റത്തില്ല. മാങ്ങായാലെല്ലാം പിടിക്കണം അല്ലേ? പുളി ഉപ്പും ഒക്കെ ശരിയാകണം. ഇട്ട ഉടനെ ഒന്നും അച്ചാറൊന്നും നല്ലതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ പരസ്യം പറയണതാ. മൊത്തം ഉപ്പ് ശരിയായിക്കോളും. ഇച്ചിരി ഉപ്പ് കൂടുതലിട്ടിട്ടുണ്ട്, പൂത്തു പോവാതെ. പുളി ഇറങ്ങൂന്നേ ഇച്ചിരി കഴിയുമ്പോ. അത് ഭയങ്കര പുളിയുള്ള മാങ്ങായത്. ഇല്ലേ, അല്ലെങ്കിൽ അച്ചാറുകൾക്ക് ഉപ്പ് കൂടുതലാണല്ലോ ചേർക്കുന്നത്, കടാതിരിക്കാൻ വേണ്ടി. നാളെ ഇത് കറക്റ്റ് ആയിരിക്കും. മതി, ഇത്രേ ഉള്ളൂ. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ അച്ചാർ തീറ്റക്കാര് വിവാനാണ്. വിവാനും ജോമോളും വിവീനയാണ്. അച്ചാർ ആക്കാനായിട്ട് ചേർക്കേണ്ട എന്നതൊക്കെയാണ് മെയിനായിട്ട്? അതൊക്കെ അവർക്ക് അറിയില്ല. ഇല്ലെന്നേ, അമ്മ പറഞ്ഞു കൊടുക്കണമെന്നാ പറഞ്ഞു. അവർക്ക് നല്ല അറിയാം. ഇല്ലെന്നേ, അവരൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുന്നതാണോ? എല്ലാ വീട്ടിലും ഉലുവാപ്പൊടി പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ അച്ചാറുണ്ടാക്കി. അഞ്ചും ജോമോന് പറഞ്ഞു കൊടുക്കണ്ട. ഞാനെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട. പറഞ്ഞു കൊടുക്കണ്ട. അത് നിങ്ങൾക്ക് ജോമോൻ വന്ന് എല്ലാം കണ്ടതാ. ജോമോൻ പഠിച്ചില്ലേ? ജോമോൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കല്ലേ പഠിച്ചില്ല? അതേനെ. പിന്നെ അവരൊക്കെ പറഞ്ഞു ഇവരൊക്കെ ഒന്നും പണിയാൻ കഴിയല്ലാണ്ട് ഓരോന്നും പറയണേ. ഞാനിത് എങ്ങനെ ഉണ്ടാക്കണത് അറിയണ്ട. ഇതിനു വേണ്ടിയാ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചേ. അമ്മ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചേ. എല്ലാവരും കേട്ടോട്ടോ. അന്ന് കണ്ടു പഠിച്ചില്ലേ? ഇല്ല, അമ്മ ഇപ്പൊ ജോമോനെ ഓടിക്കുന്നതായിരിക്കും. അന്നേ കണ്ട് പഠിക്കണം. അല്ലെങ്കിൽ പോരാളികൾ പറഞ്ഞു. അല്ലെങ്കിൽ വന്ന പെങ്കച്ചങ്ങളുണ്ട്, അവര് കണ്ടു പഠിച്ചു. അവര് പഠിച്ചാൽ മതി. നീ പഠിക്കണ്ട. അതിന് അമ്മ പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഇങ്ങനെ പഠിക്കുന്നത്. അറിയാം, പെങ്കച്ചങ്ങൾ വേണ്ട പോലെയൊക്കെ ചെയ്തു. ഞാൻ അവിടെ അച്ചാർ ഇട്ട് വെച്ചമ്മേ, എല്ലാം കാണുകയും ചെയ്ത് എന്നിട്ട് വന്ന് അമ്മയോട് വന്ന് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? അമ്മ മര്യാദയ്ക്ക് ഇവിടെ കിടക്കുന്ന അമ്മയാ. ഇവിടെ അച്ചാർ പൊടി ഇട്ടുണ്ടോ ചോദിച്ചില്ല. അമ്മ ഉണ്ടാക്കണ എങ്ങനെയാ? അച്ചാർ പൊടി ഇട്ടാളോ? അച്ചാറുപൊടിയൊന്നും ഇല്ലായിരുന്നു അമ്മയുടെ കാലത്ത്, അല്ലേ? അറിയാൻ മേലാത്ത ഉള്ളത് അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ മലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തരും. ഞാൻ എവിടെയും വെച്ചേക്കൊണ്ട് എനിക്ക് അറിയത്തില്ല. ഉലുവായും പിന്നെ എന്നാ ചേർത്ത? ഉലുവായും കടുവോ? അമ്മയുടെ അച്ചാർ പൊടി എന്നാന്നറിയാം ഞാൻ വന്നേ. അമ്മ അച്ചാറിന് ചേർക്കാൻ എന്നാക്കാന്നറിയാനാ ഞാൻ വന്നത്. അത് അച്ചാർ ചേർത്തോണ്ടിരിക്കണല്ലേ ഇവിടെ. അതെല്ലാം ഇവിടെയുള്ള പെങ്കച്ചൊക്കെ അറിയാം, ഇതൊക്കെ ചെയ്തോണ്ടിരിക്കണ. പിന്നെ അവരെ ഇപ്പൊ ഒന്നും പഠിപ്പിക്കാൻ ചെല്ലണ്ട. ഈ പ്രായമായി ഇനി എന്നതാ ഇനി അവരെന്താ പഠിക്കണ? ഒക്കെ ആവശ്യത്തിനുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു കുടുംബത്തിൽ ചെയ്യേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വേണം പെൺപിള്ളേരല്ലേ? പെൺപിള്ളേരെ അങ്ങനെ വേണം. അങ്ങനെയാ. ഇവരൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. അവരൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല, ഇന്നത് ചെയ്യാന്ന് പറയുകയില്ല, കൂട്ടി കൂടുകയില്ല. അതല്ലേ അവര് തന്നെ ആകുമ്പോൾ മടുത്തു പോവുകയില്ല. ആണുങ്ങളല്ലേ? പാചകത്തിന് കൂടാറില്ല, അറിയത്തില്ലല്ലോ ഉണ്ടാക്കാൻ. ആണുങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കോ. അമ്മ പറയണല്ലേ പെണ്ണുങ്ങൾ തന്നെ വീട്ടിൽ പാചകം ചെയ്യണമെന്ന്. പെണ്ണുങ്ങൾ വേണം ശരിയാക്കാൻ. പിന്നെ എങ്ങനെയാ ആണുങ്ങൾ കൂടുന്നേ? അച്ചാറൊന്നും ആണുങ്ങൾക്ക് ശരിക്കറിയത്തില്ല. ഇല്ലല്ലേ? അതിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലേ ഞാൻ ചോദിച്ചു, അമ്മയോട് ഒന്ന് ചോദിച്ചത്. നമുക്ക് കാണുമ്പം ചെയ്യുമ്പം അത് മാത്രം.
പിന്നെ അതിന് പോരായ്മയുള്ളതൊക്കെ പരിഹരിക്കണം, ആ അത്രയേ ഉള്ളൂ. അത് തന്നെ. അച്ചാറിന് ഉള്ള പാത്രങ്ങൾ ഇതോ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അത് അച്ചാറിൻ്റെ പാത്രമൊന്നുമല്ല. അത് അച്ചാറിൻ്റെ പാത്രമൊന്നുമല്ല. അച്ചാറിൻ്റെ പാത്രം അവിടെ അടുക്കളയിലാ. അച്ചാറിൻ്റെ പാത്രം അടുക്കളയിലാ. അടുക്കളയിലാന്നേ. എന്നാലും ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ കൂടുതൽ ഉണ്ടാക്കാൻ പോയാൽ ആ ഇത് അച്ചാറിൻ്റെ പാത്രമൊന്നുമല്ല കേട്ടോ. ഒത്തിരി ഉണ്ടാക്കി വെച്ചെന്നാൽ ഇതൊക്കെ തിന്നുമോ? കുറച്ച് ഇതിനൊക്കെ ഒരു കണക്കുണ്ടാക്കാൻ കണക്കിനെ മതി. അവിടെ കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളി എല്ലാവരും കഴിക്കുകയില്ല. ആ അച്ചാർ സൂക്ഷിച്ചു വെച്ചാൽ ഇരിക്കുന്നതല്ലേ. ആ ഒരളവുണ്ട്, അളവിന് ഉണ്ടാക്കാവുള്ളൂ. ആ തീർന്നു കഴിയും പിന്നെ എല്ലാം ചെറു കറി വെക്കുവോ അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കോ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ആ പിന്നെ തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല. അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.